നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാനു വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ. എന്താണ് ഉസ്താദെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്തു പറ്റി? അദ്ദേഹത്തിന് വല്ല അസുഖമാണോ? അസുഖങ്ങളൊന്നുമില്ല, അള്ളാഹു എന്തുണ്ടെങ്കിലും ഷിഫയാക്കി കൊടുക്കട്ടെ. പിന്നെന്താ ഉസ്താദെ, കുഞ്ഞാൻ ഉംറക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നുണ്ടോ? എന്താണ് ദുആ? അത് വേറൊന്നുമില്ല, പാണ്ടിക്കാട് കുഞ്ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാരക്കണം ഉസ്താദ് എന്താണ് ഈ പറയുന്നത്? ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, ആ ഒരു മോലിയാർ, ആ ഒരു ഉസ്താദ് എന്നൊക്കെ പറയും. അപ്പോൾ അയാളെ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അയാളെ തമ്മിലിൽ തന്നെ ഉണ്ട് ഒരാളെ പരിഹസിച്ചുകൊണ്ട് തമ്മിൽ കിട്ടണമ്പോൾ അപ്പോൾ അത് തെറ്റല്ലേ ഉസ്താദ്? ഉസ്താദ് ഞാൻ ചോദിക്കണം, ഉസ്താദ് ചെയ്ത് തെറ്റല്ലേ? അപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാടിന് വേണ്ടി ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ണീരും എന്താ പറയുക, ഒരു കണ്ണീരിൻ്റെ സ്മൈലും ചെയ്തിട്ട് അപ്പോൾ അത് തെറ്റല്ലേ? അല്ല, ഉസ്താദ് നിങ്ങളെ എല്ലാ തെറ്റുകളും നോക്കുമ്പോൾ ഉസ്താദ് ചെയ്യുന്ന തെറ്റ് നോക്കണ്ടേ? അല്ല, അതിലൊരു പരിഹാസം ഉണ്ടല്ലോ. ഒരു മനുഷ്യനെ പരിഹസിക്കാൻ പാടുണ്ടോ? ഒരു മനുഷ്യനെ പരിഹസിക്കാൻ പാടുണ്ടോ? അപ്പൊ അത് ഉസ്താദ് പിന്നെ ചെയ്തത് തെറ്റ്. അപ്പൊ ഉസ്താദ്മാരെ ചെയ്യണമൊക്കെ ശരിയും ബാക്കിയുള്ളവർ ചെയ്യണ ഒക്കെ തെറ്റും പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതെങ്ങനെ എവിടെ അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ തമ്മിൽ തന്നെ അറിയാം, ഒരു പരിഹാസത്തിന്റെ ഒരു പുച്ഛത്തിന്റെ ഒരു ഭാവമുണ്ട്. അങ്ങനെ ഒരു മറ്റൊരാളെ നമുക്ക് പുച്ഛിക്കാനും പരിഹസിക്കാനും നമുക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾ ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ആൾക്കാരെ പരിഹസിക്കുമ്പോൾ ആൾക്കാരെ പുച്ഛിച്ച് തമ്മിലിട്ട് കഴിഞ്ഞാൽ അത് എവിടെ ശരിയാണ്? പിന്നെ നിങ്ങൾ ഓരോന്നെടുത്ത് പറയുന്നുണ്ട്. ഒരു താത്ത ആ ഒരു സിനിമ താത്ത കണ്ടുപോയിട്ട് ഇറങ്ങിയിട്ട് എന്തോ പറയുന്നുണ്ട്. അപ്പൊ അത് ഹറാമല്ലേ ഉസ്താദെ? ആ റീല് കണ്ടുമ്പോ ഒരു താത്ത എന്തോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ സിനിമ എന്ന് വന്നിട്ടില്ല, എത്ര കാലമായിട്ട് ഇങ്ങനത്തെ വേണ്ടതൊക്കെ പറഞ്ഞു. അത് ഉസ്താദ് കണ്ടിട്ട് അപ്പൊ ഉസ്താദ് ആ കണ്ടത് ഹറാമല്ല ഉസ്താദെ? പിന്നെ ഏതൊരു ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യം ഉസ്താദ് പറയുന്നുണ്ട്. അപ്പൊ ആ ഫാമിലി വ്ളോഗേഴ്സ് ഉസ്താദ് കണ്ടിട്ടല്ലേ? അപ്പൊ അത് തെറ്റല്ല ഉസ്താദെ? അപ്പൊ ഉസ്താദ്മാർ ചെയ്യണൊക്കെ ശരിയും ബാക്കിയുള്ളവർ ചെയ്യണൊക്കെ തെറ്റുന്ന അത് എവിടെ അംഗീകരിക്കാൻ പറ്റും? അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ ആ തമ്മിലിനുണ്ട് ഒരു പുച്ഛത്തിനൊരു ഭാവം ഉണ്ട് ആ തമ്മിലിന് തന്നെ. ആ തമ്മിലിന് തന്നെ കണ്ട നിങ്ങളറിയും പുച്ഛിച്ചിട്ടൊരു സംസാരം. അപ്പൊ ഒരാളങ്ങനെ പുച്ഛിക്കാൻ പറ്റും ഉസ്താദെ? അപ്പൊ നിങ്ങൾ ഉസ്താദ്മാർ പറഞ്ഞൊക്കെ ശരിയും ബാക്കിയുള്ളവർ പറഞ്ഞൊക്കെ തെറ്റും. അത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അത് എവിടുത്തെ ന്യായം? പിന്നെ നിങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കാണാം, ബാക്കിയുള്ളവർക്ക് എല്ലാം കാണാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എവിടുത്തെ നിയമം? നിങ്ങൾ തൊപ്പിയിട്ടിട്ട് പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങൾ വരുത്തണം. നിങ്ങൾ ആ താത്താന്റെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ താത്താന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ട ഹറാമല്ലേ? പിന്നെ വേറെ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യം പറഞ്ഞു നിങ്ങളെ, അപ്പൊ അത് നിങ്ങൾ കാണുന്ന ഹറാമല്ലേ? പിന്നെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ സ്ഥിരം വ്ളോഗ് കാണുന്നുണ്ട് പറഞ്ഞു, അപ്പൊ അതിന് ജേഴ്സി ഉണ്ടല്ലോ, അപ്പൊ അത് ഹറാമല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ഉദ്ദേശം നിങ്ങൾ പറയാൻ പറ്റില്ല? ഒരു പുച്ഛത്തോടെ തമ്മിലൊക്കെ ഇട്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ പുച്ഛിക്കാൻ പാടുണ്ടോ? ഉസ്താദ്, നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. നിങ്ങൾ ചെയ്ത ശരിയും ഞങ്ങൾ ചെയ്ത തെറ്റും അങ്ങനെ ഒന്നും നിയമമല്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.